ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. കഴിഞ്ഞ മത്സരത്തിൽ യെല്ലോ കാർഡ് വഴങ്ങിയതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നെയ്മർക്ക് ഏൽക്കേണ്ടി വന്നു. മാത്രമല്ല, ഇന്നലെ മറ്റൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. അതായത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം നെയ്മർ ജൂനിയർ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് യുവതാരങ്ങളെ തെറി വിളിച്ചു, ആക്ഷേപിച്ചു എന്ന ഒരു റിപ്പോർട്ടായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. പക്ഷേ നെയ്മർ ജൂനിയർ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ അരങ്ങേറിയിട്ടുണ്ട്. അതായത് ഇന്നലെ നെയ്മർ ജൂനിയർ സാന്റോസിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിരുന്നില്ല. ട്രെയിനിങ് നടത്താതെ അദ്ദേഹം വീട്ടിൽ പോയി എന്നാണ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ കണ്ടെത്തിയിട്ടുള്ളത്. ക്ലബിന്റെ അനുമതിയില്ലാതെയാണ് നെയ്മർ ജൂനിയർ വീട്ടിൽ പോയിട്ടുള്ളത്. അതായത് ഇന്നലെ സാന്റോസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് നെയ്മർ ജൂനിയർ എത്തിയിരുന്നു. പക്ഷേ ട്രെയിനിങ് നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. മറിച്ചൊരു കോഫി കുടിച്ചു, മാത്രമല്ല കുറച്ച് ചിത്രങ്ങൾ എടുത്തു. അതിനുശേഷം അദ്ദേഹം തൻ്റെ വീട്ടിൽ പോയി എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ താരങ്ങളും റീജനറേറ്റീവ് വർക്കുകൾ ചെയ്തിരുന്നു. നെയ്മർ ജൂനിയർ അതിൻ്റെ ഭാഗമാകേണ്ടതായിരുന്നു. അദ്ദേഹത്തെ നേരത്തെ വിടാൻ സാന്റോസിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും തെറ്റിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ നേരത്തെ പോവുകയായിരുന്നു, ട്രെയിനിങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ഇത് വലിയ രൂപത്തിൽ ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ക്ലബിനകത്ത് നിന്ന് തന്നെ നെയ്മർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഏതായാലും നെയ്മറെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്. ഈ സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർ സാന്റോസിനകത്ത് തുടരില്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.